ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലേ, ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ വലിയ ആഗ്രഹം ഈ വർഷം ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന്. സ്കൂളാണെങ്കിൽ സ്കൂളില്ല, സെലിബ്രേഷൻ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ സെലിബ്രേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചുള്ള ഡെക്കറേഷൻസ് വേണ്ട, കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് അവർക്ക് പറ്റുന്നതൊക്കെ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ചെയ്തത്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. അമ്മ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് മടക്കി എടുത്താൽ മതി. അപ്പോ അമ്മ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഞാൻ ചെയ്യുന്ന പോലെ കണ്ടിട്ട് അമ്മനെ ഞാൻ വിളിച്ചോ. ക്രിസ്തുമസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നല്ല തണുപ്പും മഞ്ഞൊക്കെയുള്ള രാത്രികളാണ്. അപ്പോൾ ക്രിസ്മസ് പപ്പയും ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഗിഫ്റ്റ്, അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക്, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല. ക്രിസ്മസ് ആകുമ്പോൾ ജസ്റ്റ് ഒരു ക്രിസ്മസ് സ്റ്റാർ വാങ്ങും, അത് തൂക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്രിസ്മസ് ട്രീയോ അങ്ങനെയൊന്നും നമ്മൾ റെഡിയാക്കാറില്ല. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ നിർബന്ധിച്ചപ്പോൾ ഒരു ട്രീ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ക്രിസ്മസിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓർമ്മകളാണ് എനിക്കുള്ളത്. അവിടെയാണെങ്കിൽ ക്രിസ്മസിന് വലിയ സെലിബ്രേഷനാണ്. പുൽക്കൂട് ഉണ്ടാക്കലും, അതുപോലെ ക്രിസ്മസ് ട്രീ ഒരുക്കലും, ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും, പിന്നെ അതിൻ്റെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച്, കേക്ക് കട്ടിങ്, കരോള്, അങ്ങനെയുള്ള വളരെ നല്ല ഓർമ്മകളും ഉണ്ട് കേട്ടോ മനസ്സിലും. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഇതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 to 3 days എടുത്ത് കുറേശ്ശെ ചെയ്തെടുത്താണ് കേട്ടോ. കുട്ടികൾക്ക് എക്സാമൊക്കെ ആയിരുന്നല്ലോ, മൺഡേ വരെ ക്രിസ്മസ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേശ്ശെ ആയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. നമുക്ക് മടക്കിയാൽ വിടാം. ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് കട്ടിയെടുക്കാം. അപ്പൊ ഈ അടിഭാഗം കട്ട് ചെയ്തൊന്ന് വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചെറിയ സ്റ്റാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാൻ അടിഭാഗം കട്ടിയിട്ട് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്, വേസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ പേപ്പറിനെ തുറന്നാൽ നമുക്ക് ഇതുപോലെ ആരോ മാർക്ക് കാണാൻ പറ്റും. അതിലേക്ക് തന്നെ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. ഇത് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മടക്കി കൊടുക്കാം. ഒരു എക്സിന്റെ രൂപത്തിലായിട്ട് നമുക്ക് കിട്ടാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒരു മടക്കി അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ തുറക്കാം. തുറന്നിട്ട് നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ടി കൊടുക്കാം. അപ്പൊ ഈ സൈസിൽ നമുക്ക് 4 സൈഡ് ഒന്ന് കട്ടി കൊടുക്കാം. ഒരേ സൈസ് ആയിരിക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. സൈസ് കൂടിയിട്ട് കുറഞ്ഞിട്ട് സ്റ്റാറിന്റെ ഭംഗി പോവും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മാറ്റുന്ന പോലെ ഒന്ന് ഇവിടെ
മടക്കിയെടുക്കാം. ഈ ഒരെണ്ണം മടക്കി കൊടുത്താൽ അതിന്റെ മേലെ കൂടെ ആയിട്ട് ഒരെണ്ണം മടക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പറ്റും. ഇതുപോലെ നമുക്കൊന്ന് ഇതുപോലെ നമുക്ക് ഈ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. കേശുവിന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ, പക്ഷെ അമ്മുവിന് വലിയ ഇൻട്രസ്റ്റ് ആണ്. അവൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ജസ്റ്റ് ചെയ്യും, അങ്ങനെ അവൻ്റെ കളിയിലേക്ക് പോകും. പക്ഷെ അവൾ അങ്ങനെയല്ല, ഇരുന്ന് ക്ഷമയോടെ ഇരുന്നുണ്ടാക്കും. നമ്മളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി, കുട്ടികൾ അതെല്ലാം ചെയ്തോളും കേട്ടോ. ഞാൻ ഒപ്പം നിൽക്കണമെന്നേ ഉള്ളൂ. അവൾ തന്നെയാണ് എന്നെ തൊടാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് ഇതേ മോഡൽ സ്റ്റാർ തന്നെയാണ്. അത് ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ളതാണെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോന്നിന്റെ മേലേക്ക് മടക്കി കൊടുക്കാം. പിന്നെ രണ്ടെണ്ണം കൂടി നമുക്ക് മടക്കി എടുത്തിട്ട് അപ്പൊ ഇതുപോലെ ഞാൻ മടക്കി എടുത്താണ് രണ്ടെണ്ണം. അപ്പൊ ഇതുണ്ടോ, ഇതുപോലെ ഞാൻ രണ്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ സ്പ്രെഡ് ചെയ്ത് അടുത്തത് അതിന്റെ മുകളിലേക്കായിട്ട് വെച്ചു. അപ്പൊ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം. അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം സിസർ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്കൊന്നും ഗമ്മ പോവാണ്ട് സൂക്ഷിച്ച് ചെയ്യാം. പെൻസിലോ പെന്നോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സിസർ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വെളിയിൽ ഗമ്മ ആക്കിക്കൊണ്ട് ഇതാക്കി കൊടുത്താൽ മതി. അതുപോലെ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചേക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഗ്ലൂ നമുക്ക് ഇവിടെ ഇട്ടാക്കി കൊടുക്കാം. ഇവിടെ ഇട്ടാക്കിയിട്ട് നമുക്ക് ഇപ്പുറത്ത് ഇട്ടാക്കാം. 4 സൈഡ് നമുക്ക് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ സ്റ്റിക്ക് ചെയ്തേക്കാം കേട്ടോ. ഇത് നേരെ വെച്ച് കൊടുക്കാം. നല്ല ശരിയാവുള്ളൂ. അപ്പൊ ഞാൻ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ പിങ്ക് കളറിന്റെ പിങ്ക് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്ര ഡാർക്ക് പിങ്ക് ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കട്ടിയുള്ള ത്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കാം. അതുപോലെ നല്ല തിക്ക് ത്രെഡ് അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല, ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല. അപ്പൊ ഇത് നേരെ നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റും കേട്ടോ. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് താഴേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് താഴേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിന്റെ സെന്ററിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ബീഡ്സോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്, കാണിച്ചത് ഞാൻ ഗ്രീനിലാണ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറേ സ്റ്റാർസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാറും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പേപ്പർ നോക്കിയപ്പോൾ അതിന് കറക്റ്റായിട്ട് പേപ്പറൊന്നും ഇല്ല. അപ്പോൾ ഉള്ള പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണ് കേട്ടോ. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോൾ വളരെ നല്ല രസമുണ്ടായിരുന്നു. താഴ്ഭാഗം ഒട്ടിപ്പിടിക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഒട്ടിക്കാം.
നമുക്ക് ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ ഇതിന്റെ കംഫർട്ടബിൾ ഒന്ന് പോകും. നേരെ നമുക്ക് കിട്ടില്ല. നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്താൽ അതിനെ രണ്ടായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ നമുക്ക് അടിയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ ഒട്ടിക്കാം. എന്നിട്ട് ഞാൻ നേരെ വന്നത് സെന്ററിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വലുപ്പമുള്ള സ്റ്റാർ വേണം അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു ഷേപ്പ് വരച്ചിട്ട് അത് ആ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതൊരു റൗണ്ട് കംപ്ലീറ്റ് ആവണം. അതിന് എത്ര എണ്ണം വേണോ അത്രയും യൂസ് ചെയ്യാം. കളേഴ്സും മാത്രമേ കിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ കയ്യിലുള്ള കളേഴ്സ് ഞാൻ എടുത്തിട്ട് ഇത് ചെയ്തെടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് അമ്മയാണ് എനിക്ക് പഠിപ്പിച്ചത്. പക്ഷെ അപ്പൊ അടുത്തതായി ചിലത് നമ്മളുടെ ഗിൽറ്റ് വെച്ചിട്ടുള്ള ചാർട്ട് പേപ്പർ. അപ്പൊ ഇതെന്താ ചെയ്ത് വെച്ച ചാർട്ട് പേപ്പറിനെ നമ്മൾ സ്റ്റാറിന്റെ ഷേപ്പിൽ കട്ടിട്ട് അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഗിൽറ്റില്ലേ അത് തൊട്ടാണ് അതിന്റെ നടുവിലായിട്ട് ആനപ്പടത്തിന്റെ മുട്ടും. അപ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് അങ്ങനെയുള്ളതാണ്. ഒരു റൗണ്ടിൽ കട്ട് ചെയ്തിട്ടൊക്കെ ആനപ്പടത്തിന്റെ മുത്ത് ഇത്തിരി വലുതുള്ളതാണ്. അപ്പൊ അമ്മയാണ് ആനപ്പടം ഉണ്ടാക്കിയത്. അമ്മ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ ഉള്ളത് ഇത് ആനപ്പടത്തിന് തന്നെ ആയിരിക്കും. ഇത് പറയുമ്പോ ഇത് നടുവിലൊട്ടിക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പൊ ഇത് വേസ്റ്റ് ആയിട്ട് വന്നപ്പോ അമ്മ അതിനൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ന്യൂസ് പേപ്പർ ആണ്. ഇത് ന്യൂസ് പേപ്പറിന്റെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മള് ഇതിനൊന്ന് റൗണ്ട് ആക്കും. നമ്മൾ കഴുത്തൊന്നും ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ പറ്റും. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പിന്നെയും വീണ്ടും ഗം അപ്ലൈ ചെയ്തിട്ട് ഗിൽറ്റ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഹാങ് ചെയ്യാനുള്ള നൂലിടും, ത്രെഡ്. പിന്നെ നമ്മളുടെ ബോൾ ഞാൻ കറക്റ്റ് ആക്കണം. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയാണ് ബോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടാം. ഇതിന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇതിൽ 6 ലെയേഴ്സ് വെച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് രണ്ട് സൈഡ് 3 കിട്ടുള്ളൂ. അപ്പൊ ഒരു 10 വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് അപ്പൊ ഇതും അതുപോലത്തെ. പിന്നെ ചെറുത് കാണിച്ചാൽ 10 വെച്ചിട്ടുള്ള ചെറുത്. വേറെ ചെറുത് ഇതുണ്ടോ? ഇതുപോലുള്ളതൊക്കെ ഞങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ട് 10 കൂടുതൽ എണ്ണി. പിന്നെ ഉള്ളത് ഇതൊരു തുണി വെച്ചിട്ട് വെറുതെ അമ്മ ഉണ്ടാക്കി എടുത്തതാണ്. പിന്നെ ത്രെഡ് വെച്ചിട്ടുള്ളതുണ്ട്. ത്രെഡ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ചുറ്റിട്ട് അതിനെ ത്രെഡൊക്കെ ചുറ്റിട്ട് അത്. പിന്നെ അതിന്റെ ഉണ്ട ബോംബ് ബോംബാണിത്. അതിന്റെ ഇത്രയും കൂടി ത്രെഡ് ചുറ്റിട്ടുള്ള ബോംബാണിത്. ആ ബോംബ് മനസ്സിലായിട്ടുണ്ടാവും. ബോംബ് എന്നൊരു കാര്യം. പിന്നെ ഇത് അതുപോലത്തെ സംഭവം വെച്ചിട്ടാണ് നമ്മള് ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മള് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ സ്റ്റാർ. നിങ്ങൾ എല്ലാവരും ഊഹിച്ചിരുന്നല്ലേ? അപ്പൊ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പോൾ നമ്മുടെ ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ റെഡിയാക്കാം. നമ്മുടെ ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ട്രീയിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ. അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ക്രിസ്മസ് ട്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്മസ് ട്രീയുടെ ആവിർഭാവം ജർമ്മനിയിൽ നിന്നാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ 400 വർഷം പഴക്കമുള്ള കരോലിനയിലെ ഓക്കുമരമാണെന്നാണ് അറിവ് കേട്ടോ. പിന്നെ പണ്ട് കാലങ്ങളിൽ പല രാജ്യങ്ങളിലും നിത്യഹരിത വൃക്ഷങ്ങളും ഫിർമരങ്ങളും ദേവദാരു തുടങ്ങിയവയൊക്കെ ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്.
അതുപോലെ പറഞ്ഞു കേൾക്കുന്നതാണ് ജർമ്മൻകാർ ക്രിസ്മസ് നാളുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങളിലാണ് ഇതൊക്കെ അലങ്കരിച്ചിരുന്നത്. അത് പിന്നീട് പ്രചാരത്തിലായെന്നും കേൾക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തുമസ് സ്റ്റാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി കിഴക്കു നിന്നെത്തിയ 3 ജ്ഞാനികളെ പറ്റിയിട്ട് നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവർക്ക് വഴികാട്ടിയായ വാൽനക്ഷത്രം അനുസ്മരിച്ചാണത്രേ നമ്മൾ നക്ഷത്രം തൂക്കുന്ന പതിവ് ആരംഭിച്ചത്. അങ്ങനെ പല പല കഥകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഏകദേശമൊക്കെ സ്റ്റാർസൊക്കെ തൂക്കിക്കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ക്രിസ്മസ് എന്തൊക്കെ ക്രിസ്മസ് നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ട്രീ? ഇഷ്ടമായോ നിങ്ങൾക്ക്? കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമായി. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്തത്. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ ആയി. ഇനിയിപ്പോൾ ഒരു കേക്കില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാൻ പിന്നീട് ഇടുന്നതാണ്. മോൾക്ക് ഡെക്കറേറ്റ് ചെയ്യണം പറഞ്ഞിട്ട് മോളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ പെർഫെക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കാണിച്ചു തരാം. കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി. കേക്കൊക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കേക്ക് കട്ടിങ് അല്ലേ. അവർക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ 3 പേർക്കും ഒരേപോലുള്ള ഗിഫ്റ്റാണ് വാങ്ങിച്ചത്. കാരണം അതിന് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, കാറാണ് കേട്ടോ ഗിഫ്റ്റ്. അതിൽ കാണുന്നില്ല അവർ കാണിക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി ഗിഫ്റ്റ്. സാധാരണ ക്രിസ്തുമസിന് ഒരു സ്റ്റാർ മാത്രമാണ് തൂക്കാറ്. ഇപ്രാവശ്യം കുട്ടികൾക്ക് സ്കൂളിലൊന്നും സെലിബ്രേഷനൊന്നുമില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ജസ്റ്റ് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അത് അവർക്കൊക്കെ ഇഷ്ടമായോന്ന് ചോദിച്ചു. ഇഷ്ടമായോ? അപ്പം ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞങ്ങളുടെ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേഷനും സെലിബ്രേഷനും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.
അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു, ഒപ്പം പുതുവത്സരാശംസകളും. ബൈ ബൈ.